ഏതോ ഒരാളെ വോട്ട് ചെയ്യാൻ പോയതിന് ഇവിടെ ചോദ്യം ചോദിക്കേണ്ട കാര്യം? അതല്ല, ഇലക്ഷൻ മിഷൻ അത് കൃത്യമായി കൈകാര്യം ചെയ്തോളൂ, അത്രയേ ഉള്ളൂ പ്രശ്നം. അതിലൊന്നും ഞങ്ങൾക്ക് ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. ഏത് ന്യൂസ് പറയുന്നതിന് പ്രശ്നമില്ല. ഒരു ശീലവും കാരണം പാർട്ടിക്ക് കള്ള കൂട്ടിയതുകൊണ്ടൊരു ശീലവും. അതെല്ലാം വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നതിൽ വലിയ അത്ഭുതമുണ്ടോ? അല്ല, അസം പറയുന്നതിൽ ഒട്ടും അത്ഭുതമില്ല. രാഹുൽ ഗാന്ധി ഇമാതിരിയാ പറയുന്നതെങ്കിൽ പിന്നെ അസന് അതിന്റെ മേലെ പറയണ്ടേ? അത്രയേ ഉള്ളൂ. ആ, ഞങ്ങളത് പറയാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാ. അത് ഇത്രയേ ഉള്ളൂ കാര്യം. BJPയെ താഴെ ഇറക്കുന്നതിന് ഓരോ യൂണിറ്റായിട്ട് സംസ്ഥാനങ്ങളെ കാണണം. എന്നിട്ട് BJP വിരുദ്ധ വോട്ട് ശിഥിലമാവാതെ ആർക്ക് അനുകൂലമായിട്ട് നിർത്തി മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യണം. അതിൽ കോൺഗ്രസ് ഉൾപ്പെടെയുണ്ട്. അതിന് ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. ആ നിലപാടിൽ നയം ഒറ്റയേ ഉള്ളൂ. BJPയെ തോൽപ്പിക്കാൻ പറ്റുമോ നോക്കുക മാത്രം. നയവും രാഷ്ട്രീയവും ഇല്ല, അതിന് യാതൊരു സംശയവുമില്ല. എങ്കിൽ പോലും BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ BJPയെ താഴെ ഇറക്കാനുള്ള പ്രവർത്തനത്തിന്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് സഹകരിക്കാൻ പറ്റുന്നവരെല്ലാമായി സഹകരിക്കുക എന്നുള്ളതാണ്. അല്ല, രാഷ്ട്രീയ മുന്നണി ഞങ്ങളിപ്പോ ഇന്ത്യ മുന്നണിയുടെ എക്സിക്യൂട്ടീവിലൊന്നും പോകുന്ന സംഘടനാവൽക്കരിക്കണത്ത നിലപാടിലെടുത്തില്ലല്ലോ. ആ, ഞങ്ങൾ 19 സീറ്റിൽ മത്സരിക്കുന്നു. ഞങ്ങളിപ്പോ CPIM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കൊണ്ട് ഇന്ത്യയിലെ BJPയെ തകർക്കാൻ സാധിക്കുന്നല്ലോ ഞാൻ ഇത്രയേരം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതെന്നാ, BJP വിരുദ്ധ വോട്ട് 37% ഉള്ളൂ അവർക്ക് അനുകൂലമായിട്ട്. ബാക്കി 63% വോട്ട് BJP വിരുദ്ധ വിഭാഗമാണ്. ആ വിഭാഗം കൃത്യമായിട്ട് യോജിച്ച് ഛിന്ന ഭിന്നമാവാത്ത രീതിയിൽ BJP വിരുദ്ധ വോട്ട് പോയാൽ ഇന്ത്യ ജയിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാ കാര്യം. ആ കാര്യത്തിൽ അതിന് ഞങ്ങൾ കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ടില്ല, ഞങ്ങൾ ഒഴിവാകുന്നില്ല. ആ, 400 മത്സരിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എത്ര മത്സരിച്ചിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം എത്രയാണ് മത്സരിച്ചേ കോൺഗ്രസ്? ഇപ്രാവശ്യത്തിന്റെ ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം എത്ര മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ മത്സരിച്ചതിന്റെ എണ്ണം നോക്കിയിട്ടൊന്നുമല്ല രാഷ്ട്രീയത്തിന് നിലപാട് സ്വീകരിക്കേണ്ടത്. നിങ്ങൾ 1000 സീറ്റിൽ മത്സരിച്ചിട്ടും കാര്യമില്ല. 43 സീറ്റ് എത്ര പ്രതിപക്ഷമാവാനുള്ള 10% കിട്ടാണ്ട് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളതിന് കളമോശമാണ്. അതിന് ഞങ്ങൾക്ക് തർക്കം. ഞങ്ങൾക്ക് 10% ഇല്ലല്ലോ, അവർക്കും 10% ഇല്ല, ഞങ്ങൾക്കും 10% പോരെ. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാ? നമുക്ക് സാധിക്കുന്നത് ഇന്ത്യയിലെ, ഞാൻ ഓരോ സംസ്ഥാനത്തിലും പറഞ്ഞല്ലോ, ആ പറഞ്ഞ രീതിയിൽ BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാവരുത്. അങ്ങനെ വരുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിന്റെ നയം അംഗീകരിക്കുക? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനത് വിശദീകരിച്ച് തന്നെ പറയാം. കോൺഗ്രസ് അല്ലേ ആഗോളവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇന്ത്യയിൽ? ഞങ്ങൾ അംഗീകരിച്ചോ? അന്ന് അംഗീകരിച്ചോ? ഇന്ന് അംഗീകരിച്ചോ? ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് തോലച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളിമാരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ വേണ്ടിയിട്ടുള്ള അടിത്തറ പാകിയത്, ഈ ഷെയർ മുഴുവൻ വിറ്റത്, അതിനു വേണ്ടിയിട്ട് ദേശാൽകൃത ബാങ്കിൽ നിന്ന് മുഴുവൻ പണം വാങ്ങിയത്, ആ പണം ഒന്നും തിരിച്ചു കൊടുക്കാതിരുന്നത്, ഒരു നയാ പൈസ ചെലവില്ലാതെ അദാനിക്കും അംബാനിക്കും ഈ രാജ്യത്തിലെ ദശലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ സമ്പത്ത് മുഴുവൻ വാരി കൂട്ടാൻ കഴിഞ്ഞത് ഈ നയത്തിന്റെ ഫലല്ലേ? ആ നയത്തോട് അന്നും ഞങ്ങൾ യോജിക്കില്ല, ഇന്നും യോജിപ്പില്ല, നാളെയുമില്ല. കോൺഗ്രസ് ആണ് തുടക്കം, BJP ആണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടിനും ഞങ്ങൾ എതിരാണ്. ആ നിലപാട്, സാമ്പത്തിക മേഖലയിലുള്ള ആ നിലപാടിനോട് നമുക്ക് യോജിക്കാനാവുമോ? പറ്റില്ല. കേക്ക് ആയിട്ടില്ല പറയട്ടെ. നയം എന്ന് പറഞ്ഞാൽ തന്നെയാ. പിന്നെ ഹിന്ദുത്വവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള BJPയുടെ നിലപാടിനോട് നമുക്ക് യോജിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മതരാഷ്ട്രമാക്കാനുള്ള നിയമം കൊണ്ടുവന്നിട്ട് അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ നിലപാടിനെ ഞങ്ങൾ അതേപോലെ തന്നെ കണ്ണടച്ച് അംഗീകരിക്കണോ? വിമർശനപരമായിട്ട് അംഗീകരിക്കും. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വേദാറാവണ്ട. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? അപ്പൊ മതിയാക്കല്ലേ? എനിക്കൊരു പുതിയ പരിപാടിയുണ്ട്. ആ, 2000 വാങ്ങിയത് തെളിവ് ഹാജരാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്താണോ പറയുന്നത് VD സതീശൻ, ആ പണിയെടുക്കാം. വേറെ എന്തോ അധികം പറയണ്ട. അതിന്റെ മേലെ ശുദ്ധ അസംബന്ധങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരു കൂട്ടം, അതാണ് കോൺഗ്രസ് നേതൃത്വം. VD സതീശൻ പറയാണ്,
CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ ചർച്ച രാജ്യസഭയിൽ വന്നപ്പോൾ അന്ന് MP ആയിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി എന്ന CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. ആ സഭയിൽ അതിശക്തിയായിട്ടുള്ള വിമർശനം ഉന്നയിച്ച് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരം ഞങ്ങൾ നടത്തുമെന്നും ഉറപ്പായിട്ട് പ്രഖ്യാപിച്ച് നിലപാട് സ്വീകരിച്ചത് സഖാവ് സീതാറാം യെച്ചൂരിയാണ്. പിന്നീട് ആ നിയമം ആ രീതിയിൽ വന്നപ്പോൾ, ഭേദഗതി വന്നപ്പോൾ അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയതും നമുക്കെല്ലാം അറിയുന്നത് പോലെ സീതാറാം യെച്ചൂരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് രജിസ്റ്റർ ചെയ്തിട്ടേയില്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൌണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞങ്ങളൊരു നയാ പൈസയും വാങ്ങിയിട്ടുമില്ല. എല്ലാ പാർട്ടിയും ഒരുപോലെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് കോൺഗ്രസിന് BJPക്ക് ദശലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ടാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ ചെലവില. രണ്ടും രണ്ടാണ്. രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. ഞങ്ങൾ ജനങ്ങളുടെ ചെലവിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ കുത്തക മുതലാളിമാർക്ക് വേണ്ടി കുത്തക മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കുന്നു. അതാണ് VD സതീശ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം.